നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയും ഓണാഘോഷവും ഹ്യൂസ്റ്റണിൽ സമുചിതമായി ആഘോഷിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2 പുതിയ ഷോറൂം യുകെയിലെ ബർമിംഗ്ഹാമിലും സൗത്താളിലും നടി കരീന കപൂർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അമേരിക്കൻ തേജസ്വി ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദ ഇയർ. കാലിഫോർണിയയിൽ ഇന്ത്യൻ വംശജൻ മരിച്ചത് അമിത ജോലിഭാരം കാരണമെന്ന് ബന്ധുക്കൾ. ഹീത്രൂ വിമാനത്താവളത്തിൽ മുഴുവൻ ഇന്ത്യക്കാർ, US യാത്രക്കാരന് ആശങ്ക. വാർത്തകൾ വിശദമായി. 171ാമത് ഗുരുദേവ ജയന്തിയും ഓണാഘോഷവും ടെക്സസിലെ പ്രമുഖ പ്രസ്ഥാനമായ ശ്രീനാരായണ ഗുരു മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാഫോർഡിലെ ശ്രീനാരായണ നഗറിൽ പ്രൗഢഗംഭീരമായി 2025 സെപ്റ്റംബർ 7 നടന്നു. വർണ്ണശബളമായ ഘോഷയാത്രയും ചെണ്ടമേളവും താലപ്പൊലിയും മഹാബലിയും പുലികളിയും അടക്കം നിരവധി കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ശിവഗിരി മഠത്തിലെ മുതിർന്ന സന്യാസിവര്യനും എറണാകുളം ശ്രീ ശങ്കരാശ്രമം സെക്രട്ടറിയുമായ സ്വാമി ശിവസ്വരൂപാനന്ദ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആദരണീയ ഫാദർ ഐസക് ബി പ്രകാശ്, ബഹുമാനപ്പെട്ട ഫോർട്ട് ബെൻഡ് കൗണ്ടി 240 ജില്ലാ കോർട്ട് ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേൽ, ക്യാപ്റ്റൻ മനോജ് കുമാർ പൂപ്പാറയിൽ, മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോസ് കെ ജോൺ, FSNONA ജനറൽ സെക്രട്ടറി ശ്രീ സുജി വാസവൻ മുതലായവർ ആശംസകൾ അർപ്പിച്ചു. ശിവഗിരി തീർത്ഥാടനം ആധാരമാക്കി ശ്രീ അശ്വിനികുമാർ വാസുവും ശ്രീ ബിജു മോഹനും തയ്യാറാക്കിയ വീഡിയോ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾക്ക് പാത്രമായി. SNGM പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ തയ്യൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷൈജി അശോകൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ശ്രീ ഉണ്ണി മണപ്പുറം നന്ദിയും രേഖപ്പെടുത്തി. ഫ്ലോറിഡയിൽ 2026 ജൂലൈ മാസത്തിൽ നടക്കുന്ന 6ാമത് ശ്രീനാരായണ ഗ്ലോബൽ കൺവെൻഷന്റെ കിക്ക് ഓഫ് ശ്രീ മോഹൻ ദിവാകരനും ശ്രീമതി സ്മൃതി മോഹനും ആദ്യ രജിസ്ട്രേഷൻ എടുത്ത് നിർവഹിച്ചു. SNGM അംഗങ്ങൾ തയ്യാറാക്കിയ ഗംഭീര ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഹോബ്സ്റ്റൺ നിവാസികളുടെ മനം കവർന്നു. ശ്രീ ഉണ്ണി മണപ്പുറം, ശ്രീമതി വിദ്യാ ബിജു, ശ്രീ വിഘ്നേഷ്, ശ്രീ വിനോദ് വാസുദേവൻ, ശ്രീമതി രേഷ്മ വിനോദ്, ശ്രീമതി സ്മൃതി മോഹൻ, ശ്രീമതി അനിത മധു, ശ്രീ പ്രകാശൻ ദിവാകരൻ, മനോജ് ഗോപി, ശിവൻ രാഘവൻ, മധു ശേരിക്കൽ, ട്രഷറർ ലീല ജയചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ജോളി ജോർജ്, ജോയിന്റ് ട്രഷറർ രാഹുൽ സോമൻ, ബോർഡ് അംഗങ്ങളായ പുഷ്കരൻ സുകുമാരൻ, ഗോപകുമാർ മണികണ്ഠശ്ശേരിൽ, ജയശ്രീ അനിരുദ്ധൻ, അശോകൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി. രാജ്യങ്ങളിലായി 400-ലധികം ഷോറൂമുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ജ്വല്ലറി ശൃംഖലയായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യുകെയിലെ ബ്രാൻഡിന്റെ സാന്നിധ്യം വ്യാപിപ്പിച്ചുകൊണ്ട് ബർമിംഗ്ഹാമിലും സൗത്താളിലും പുതിയ 2 ഷോറൂമുകൾ കൂടി ആരംഭിച്ചു. അന്താരാഷ്ട്ര ജ്വല്ലറി വിപണിയിൽ ബ്രാൻഡിന്റെ സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പുതിയ ഷോറൂമുകൾ പ്രശസ്ത ബോളിവുഡ് താരവും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബ്രാൻഡ് അംബാസഡറുമായ കരീന കപൂർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ KP അബ്ദുൾ സലാം, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ MD ഷംലാൽ അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ, മറ്റ് സീനിയർ മാനേജ്മെന്റ് അംഗങ്ങൾ, കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഉപഭോക്താക്കൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രൂപ്പിന്റെ ആഗോളതലത്തിലുള്ള വളർച്ചയിൽ പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന കണ്ണിയായ യുകെയിലെ ബർമിംഗ്ഹാം, സൗത്താൾ എന്നിവിടങ്ങളിൽ ഫ്ലാഗ്ഷിപ്പ് ഷോറൂമുകൾ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിലവിലുള്ള 4 ഷോറൂമുകൾക്ക് പുറമെ കൂടുതൽ ഷോറൂമുകൾ ആരംഭിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് യുകെയിലെ ബ്രാൻഡിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡ് ആവുക എന്ന നമ്മുടെ ദൗത്യത്തിന് കൂടുതൽ പ്രചോദനം നൽകുന്നുവെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വിശ്വാസമർപ്പിച്ച് കൂടെ നിന്ന എല്ലാ ഉപഭോക്താക്കൾക്കും നിക്ഷേപകർക്കും ടീമംഗങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. യുകെയിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുൻനിര ഷോറൂമുകൾ എന്ന നിലയിൽ ബർമിംഗ്ഹാമിലും സൗത്താളിലും ആരംഭിച്ച പുതിയ ഷോറൂമുകൾ ഒരു സമ്പൂർണ്ണ ആഡംബര ജ്വല്ലറി ഡെസ്റ്റിനേഷനായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആഡംബര പ്രേമികൾക്കായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 25 എക്സ്ക്ലൂസീവ് ബ്രാൻഡുകളിൽ ഉൾപ്പെടുന്ന 18 കാരറ്റ്, 22 കാരറ്റ് ഗോൾഡ്, ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ ആഭരണങ്ങളുടെ 30,000-ലധികം ഡിസൈനുകൾ പുതിയ ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്കായി എക്സ്ക്ലൂസീവ് ബ്രൈഡൽ കളക്ഷനും ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസൃതമായി ആഭരണങ്ങൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. 5700-ലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള ബർമിംഗ്ഹാം ഷോറൂം യുകെയിലെ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റാണ്.
യൂറോപ്പിലുടനീളമുള്ള ഞങ്ങളുടെ വിപുലീകരണ പദ്ധതിയുടെ തുടക്കം UK-യിൽ നിന്നാണ്. ഇതുകൂടാതെ ഈ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പുതിയ ഷോറൂമുകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ KP അബ്ദുൾ സലാം അഭിപ്രായപ്പെട്ടു. കല, ഫാഷൻ, ബിസിനസ് എന്നിവയുടെ ഒരു ഗ്ലോബൽ ഹബ്ബായ UK സൗത്ത് ഏഷ്യൻ പ്രവാസികളുടെ ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ്. ബർമിംഗ്ഹാം സൗത്താൾ ഷോറൂമുകളുടെ ലോഞ്ചിലൂടെ UK-യിലെ റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിക്കാനും കാലാതീതമായ ഞങ്ങളുടെ കരവിരുതും വിശ്വസ്ത സേവനവും എളുപ്പത്തിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. നടി കരീന കപൂർ ഖാൻ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ വൻ ജനാവലി പങ്കെടുത്തത് ബ്രാൻഡിനോടുള്ള ഉപഭോക്താക്കളുടെ വിശ്വാസത്തെയും ആദരവിനെയും സൂചിപ്പിക്കുന്നതാണ്. UK-യിലെ വിപുലീകരണത്തിന്റെ ഭാഗമായി മാഞ്ചസ്റ്ററിൽ പുതിയ ഷോറൂം ആരംഭിക്കുവാനും ലണ്ടനിലെ 3ാമത്തെ ഷോറൂം തുറക്കുവാനുമുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ഇതിനു പുറമെ അയർലൻഡിലേക്കും ഫ്രാൻസിലേക്കും കൂടി ഞങ്ങളുടെ പ്രവർത്തനം ഉടൻ വ്യാപിപ്പിക്കുമെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി. മുതിർന്നവരെ ഓൺലൈൻ സ്കാമുകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയ ഇന്ത്യൻ അമേരിക്കൻ തേജസ്വി മനോജ് ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഷീൽഡ് സീനിയേഴ്സ് എന്ന പ്രോഗ്രാമിൽ നടത്തിയ പ്രവർത്തനത്തിനാണ് പ്രസ്റ്റീജ് നേട്ടം. മുതിർന്ന അമേരിക്കക്കാർക്ക് സംരക്ഷണം ആവശ്യമാണ്. അത് നൽകാൻ ഉറച്ചായിരുന്നു തേജസ്വി. ടൈമിന്റെ കിഡ്സ് സർവീസ് സ്റ്റാർ എന്ന ബഹുമതി കൂടി തേജസ്വിക്കുണ്ട്. ഇതാദ്യമായാണ് 2 ബഹുമതികളും കൂടി ഒരു കുട്ടി നേടുന്നത്. ഷീൽഡ് സീനിയേഴ്സ് വെബ്സൈറ്റ് നൽകുന്ന സേവനം പ്രയോജനപ്പെടുത്താൻ തേജസ്വി ആഹ്വാനം ചെയ്തു. അവർ ഓൺലൈനിൽ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുക. കമ്പ്യൂട്ടർ സയൻസിൽ മേജർ എടുക്കാൻ ആഗ്രഹിക്കുന്ന തേജസ്വിക്ക് AI അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ മൈനറും ലക്ഷ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി. കാലിഫോർണിയയിൽ ഇന്ത്യൻ വംശജൻ മരിച്ചത് അമിത ജോലി ഭാരം മൂലമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മൈക്രോസോഫ്റ്റ് ക്യാമ്പസിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓഗസ്റ്റ് മാസം 20 പുലർച്ചെ 2 പ്രതീക് പാണ്ഡെ മൈക്രോസോഫ്റ്റ് ക്യാമ്പസിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ സാന്താ ക്ലാര കൗണ്ടി മെഡിക്കൽ എക്സാമിനർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അമിത ജോലിഭാരമാണ് പ്രതീകിന്റെ മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. പ്രകടന അവലോകനത്തിന് മുന്നോടിയായി ടാർഗറ്റ് പൂർത്തീകരിക്കുന്നതിന് പ്രതീക് രാത്രിയിലും ജോലി ചെയ്തിരുന്നു. ഇത് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കി. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മാനസിക സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കുന്നത് പരിഗണിക്കാൻ പ്രതീകിനോട് ആവശ്യപ്പെട്ടിരുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു. ജീവനക്കാരെ യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകളുടെ ഭാരത്തിൽ തകർക്കരുത്. ഇതുമൂലമാണ് എനിക്കെന്റെ മകനെ നഷ്ടമായതെന്ന് പ്രതീകിന്റെ അമ്മ മീന പാണ്ഡെ പറഞ്ഞു. 2010 പഠനത്തിനായി പ്രതീക് പാണ്ഡെ ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കുടിയേറിയത്. സാൻജോസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം 2020 ജൂലൈയിൽ മൈക്രോസോഫ്റ്റിൽ ചേർന്നു. ന്യൂസ് ഡെസ്ക് മലയാളി. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലെ എല്ലാ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് ജീവനക്കാർ എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് US യാത്രക്കാരൻ ചോദിക്കുന്നു. എക്സിൽ വൈറലായ വീഡിയോയിൽ തന്റെ ചോദ്യം വംശീയമല്ലെന്ന് അജ്ഞാതനായിരിക്കാൻ ആഗ്രഹിക്കുന്ന യുവാവ് പറഞ്ഞു. സെക്യൂരിറ്റി, റീറ്റെയിൽ, സർവീസ് ജീവനക്കാരെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ്. പാശ്ചാത്യ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ബ്രിട്ടൻ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ നിയമിക്കാത്തത് എന്നതാണ് തന്റെ ചോദ്യം. ഇന്ത്യക്കാർ കഴിവുള്ളവരും മര്യാദക്കാരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ലണ്ടനിലെത്തി. വിമാനത്താവളത്തിൽ ചുറ്റി നടക്കുമ്പോൾ കണ്ടുമുട്ടുന്ന ജീവനക്കാരെല്ലാം ഇന്ത്യക്കാരാണ്. ബ്രിട്ടീഷ് ജീവനക്കാരെ കാണാനില്ല. ഒറ്റൊരാൾ പോലുമില്ല. എല്ലാവരും ഇന്ത്യക്കാർ തന്നെ. അമേരിക്കയിൽ സഞ്ചരിക്കുമ്പോൾ അമേരിക്കക്കാരെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാണുന്നവരെല്ലാം അന്യനാട്ടുകാരാവുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. ഹീത്രൂവിൽ വിവിധ നാട്ടുകാർ ജോലി ചെയ്യുന്നതിനെ പ്രതികരിച്ച പലരും പ്രശംസിച്ചു. എന്നാൽ മറ്റു പലരും യുവാവ് ഉയർത്തിയ ചോദ്യം തന്നെ ആവർത്തിച്ചു. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ജോലി കിട്ടാത്തത്? ഒരാൾ മറുപടി കുറിച്ചത് ഇങ്ങനെ: ജോലി ചെയ്യാൻ അച്ചടക്കം വേണം, പരിശ്രമം വേണം, ആത്മാർത്ഥതയും വേണം. ബ്രിട്ടീഷ് സാമ്രാജ്യം തകർന്ന ശേഷം ബ്രിട്ടീഷുകാർക്ക് അതില്ലാതായി. ഇന്ത്യക്കാരൻ ബ്രിട്ടനിൽ വന്ന് നിങ്ങളുടെ ആശുപത്രികളും IT കമ്പനികളും ഗതാഗതവും പ്രവർത്തന സജ്ജമാക്കി. നിങ്ങൾ പരാതി പറഞ്ഞും മദ്യപിച്ചും കത്തിക്ക് കുത്തിയും സമയം കളയുകയാണ്. മറ്റൊരാളുടെ കുറിപ്പ്: നിങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് സഞ്ചരിക്കേണ്ട. UK നിലനിൽക്കുന്നത് കുടിയേറ്റക്കാരെ കൊണ്ടാണ്. ഹീത്രൂവിൽ 76,000-ലധികം പേർ ജോലി ചെയ്യുന്നുണ്ട്. അവർ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അതിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്ന് UK ഓഫീസ് ഓഫ് ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി.
ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.